കോടീശ്വരനാണോ ഞാൻ? കോടീശ്വരൻ. പ്രകാശേട്ടാ എന്താ? എവിടെയാടാ എന്റെ ലക്ഷറി കാർ? ലക്ഷറി കാറോ? പ്രകാശൻ എന്താ വട്ടായോ? ഞാനേ ഒരു ലക്ഷറി കാറിൽ യാത്ര ചെയ്യുന്നതായിട്ടേ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടതാണോ? ഇപ്പൊ വന്ന കാര്യം നടന്ന പ്രകാശന്റെ സ്വപ്നമൊക്കെ യാഥാർത്ഥ്യമാവുന്നേ. ലക്ഷറിക്കാരൊക്കെ നമുക്ക് വാങ്ങാം. ആ ഇരിക്കും. ആ പറഞ്ഞോളൂ, എന്താണ് നിങ്ങളുടെ ആവശ്യം? വക്കീലെ, ഞാൻ പ്രകാശൻ. ഞാൻ മനോജ്. ഇതെന്റെ അനിയനാ. എന്റെ ഏട്ടനാ. ഞങ്ങളെ ഒരു പ്രോപ്പർട്ടിയുടെ കേസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനെന്താ? കാര്യങ്ങള് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഏത് പ്രോപ്പർട്ടി, ആരുടെ പേരിലുള്ള പ്രോപ്പർട്ടി? കേൾക്കട്ടെ. അതെ, ഞങ്ങളുടെ അച്ഛൻ ഇവിടെ അടുത്തൊരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. വർക്ക്ഷോപ്പൊക്കെ മതിയാക്കി ഇനിയുള്ള കാലം അച്ഛൻ വീട്ടിൽ വിശ്രമിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ തീരുമാനം. വർക്ക്ഷോപ്പിരിക്കുന്ന വസ്തു അച്ഛന്റെ പേരില. ആ വസ്തു മക്കളായി ഞങ്ങളുടെ പേരിൽ വ്യവസ്ഥ ചെയ്ത് കിട്ടണം. അതിന്റെ നിയമസാധ്യതകൾ അന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നത്. നിങ്ങളുടെ അച്ഛന് നിങ്ങൾ 2 മക്കളെ ഉള്ളോ? 2 പെൺമക്കൾ കൂടിയുണ്ട്. അവർക്ക് കൊടുക്കേണ്ട ഷെയറൊക്കെ കൊടുത്തു കഴിഞ്ഞതാ. ഞങ്ങള് ആൺമക്കൾക്ക് മാത്രമൊന്നും കിട്ടിയിട്ടില്ല. ഈ വസ്തുവെങ്കിലും ഞങ്ങളുടെ പേരിൽ സ്വതന്ത്രമായിട്ട് കിട്ടണം. നിങ്ങളുടെ പേരിൽ എഴുതി തരാമെന്ന് അച്ഛൻ സമ്മതിച്ചിട്ടുണ്ടോ? സമ്മതിച്ചിട്ടില്ല. അച്ഛനെ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. സ്വത്തെല്ലാം പെൺമക്കൾക്ക് കൊടുത്താൽ മതി എന്നുള്ള അഭിപ്രായക്കാരനും. അത് ശരിയാവില്ലല്ലോ. ആൺമക്കളായ ഞങ്ങൾക്കും അവകാശമില്ലേ? അത് വേണം. പെൺമക്കൾക്ക് ന്യായമായ ഷെയർ കൊടുത്തു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്കും ന്യായമായൊരു ഷെയർ കിട്ടണം. അല്ല, ഇത് തറവാട്ട് സ്വത്താണോ അതോ അച്ഛൻ വില കൊടുത്ത് വാങ്ങിയതാണോ? എന്തോ നക്കാപ്പിച്ച കൊടുത്ത് അച്ഛൻ വിലയ്ക്ക് വാങ്ങിച്ചതാ. അതും ഈ അടുത്ത കാലത്ത് എന്തോ ആണ്. അല്ല, ഈ വസ്തു എവിടെയായിട്ട് വരും? പഴയൊരു സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നല്ലോ. ആ, തിരുമല സൗമ്യ. അതിന്റെ തൊട്ടടുത്തായിട്ട് വരും. എത്ര സെന്റ് വരും? അളന്ന് നോക്കിയിട്ടില്ല. എന്നാലും ഒരു 15 സെന്റ് ഉണ്ടാവും. ആ, അതിപ്പോ കണ്ണായ ഭാഗമാണ്. കടയും കമ്പോളങ്ങളും വാഹന സൗകര്യവും ഒക്കെ ഉണ്ട്. വലിയ വില കിട്ടുന്ന സ്ഥലമായോണ്ട് നിങ്ങളുടെ സഹോദരിമാരും അവകാശ തർക്കവുമായി രംഗത്ത് വരും. അങ്ങനെ വരുമ്പോ നിങ്ങൾ 2 പേർക്ക് മാത്രമായി വ്യവസ്ഥ ചെയ്യാൻ കുറെ പ്രയാസമായിരിക്കും.